ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, റൂം പണിയാൻ വേണ്ടി ഒരിക്കലും ചന്ദ്രമതിയുടെ വീട് പണയം വെച്ചിട്ട് ആ ഒരു പ്രമാണം പണയം വെച്ചിട്ട് സമ്മതിക്കില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. തറപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ്, എനിക്ക് അറിയാടി നീ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേ, നീ മക്കൾക്ക് മുന്നിൽ വെച്ച് എന്നെ ചെറുതാക്കുക ചെയ്തത്. അവർക്ക് മുന്നിൽ വെച്ച് നീയെ എന്നോട് അങ്ങനെയൊന്നും പറയരുതായിരുന്നു. നിന്റെ അച്ഛൻ തന്ന വീടായതുകൊണ്ടല്ലേ നീ പ്രമാണത്തിന് മേലെ കടമെടുക്കാൻ സമ്മതിക്കാത്തത്. ഇതുണ്ടല്ലോ വലിയൊരു നാണക്കേടായിപ്പോയി. ഇത് എൻ്റെ മാത്രം വീടല്ല, നിന്റെ വീടാണെന്നും ഒക്കെ ഞാൻ ആലോചിക്കണമായിരുന്നു. പ്രമാണത്തിന്മേൽ കടമെടുത്താലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചതേ വലിയ തെറ്റായിപ്പോയി. എന്നോട് ക്ഷമിക്കുന്നിയെ, നിന്റെ വീടായത്, ഞാൻ സമ്മതിച്ചു. നിന്റെ വീടിന്റെ പ്രമാണത്തിനുമേൽ നീ സമ്മതിച്ചില്ല എന്ന് കരുതി ഞാൻ എൻ്റെ തീരുമാനങ്ങളൊന്നും മാറ്റാൻ പോകുന്നില്ല ചന്ദ്രേ. എങ്ങനെയെങ്കിലും ഞാൻ ഈ വീടിന്റെ മുകളില് സച്ചിക്ക് രേവതിക്ക് വേണ്ടി ഒരു റൂം പണി. അത് അത് ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്. ആ തീരുമാനം ഞാൻ മാറ്റില്ല. അതെങ്ങനെ പണിയണമെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം, എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. മുറിയടിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഇനി ഏത് കാര്യത്തിലായാലും ദേ നിന്റെ സഹായം എനിക്ക് വേണ്ട ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രയുടെ മനസ്സൊന്നും ഇങ്ങനെ കുലുങ്ങുകയാണ് കേട്ടോ. രവിയേട്ട എന്താ രവിയേട്ട ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട ചന്ദ്രൻ, നീ പൊക്കോന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ രവീന്ദ്രനും അവിടെ നിന്ന് പോകുന്നത്. വല്ലാത്തൊരു സിറ്റുവേഷൻ ആയി പോയിട്ടോ ചന്ദ്രയ്ക്ക്. കാരണം രവീന്ദ്രൻ ഇത് പറയുന്ന സത്യം പറഞ്ഞാൽ ചന്ദ്ര വിചാരിച്ചില്ല. ഏതായാലും നമ്മുടെ രവീന്ദ്രനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഇത്രയും നാൾ നമ്മുടെ രവീന്ദ്രനാണെന്ന് തെളിയിച്ചില്ല, ഇപ്പൊ ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഏതായാലും രവീന്ദ്രൻ എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീനാട്ടോ കാണിക്കുന്നത്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന വർഷേനെയും ശ്രീകാന്തിനെയാണ്. അങ്ങനെ നമ്മുടെ വർഷ പറയാണ് കേട്ടോ, ശ്രീകാന്തെ ദേ എന്തൊക്കെ ഇവിടെ നടക്കുന്നത്, എപ്പം നോക്കിയാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അതിങ്ങനെ കൂട്ടുകുടുംബം അല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഓ, ചെറിയ ചെറിയ വിഷയങ്ങളെ അത് ഊതി വീർപ്പിച്ച് വലുതാക്കുക. എത്ര ജോളിയായിട്ട് കഴിയായിരുന്നു. പരസ്പരം ഏറ്റുമുട്ടുന്നതിലാ ഇവിടെ എല്ലാവർക്കും സന്തോഷം. ഓ, വല്ലാത്ത മനുഷ്യന്മാർ തന്നെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുക. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരനെ സച്ചേട്ടനാണെന്ന് ഞാൻ ആദ്യം കരുതിയിരുന്നത്. പക്ഷെ അദ്ദേഹം അല്ലാന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ശ്രീകാന്തിന്റെ അമ്മയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ വില്ലത്തി. അയ്യോ, എന്റെ പൊന്നു വർഷം ഒന്ന് പതുക്കെ പറ, അമ്മ കേൾക്കും. ഓ, കേട്ടാൽ എനിക്കെന്താ, എനിക്ക് ഒരു പ്രശ്നമില്ല. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. ഇത് രേവതി ചേച്ചിയും ആന്റിയുടെ മരുമോളല്ല, എന്നിട്ട് എന്തൊക്കെയാ രേവതി ചേച്ചിയെ ഇങ്ങനെ പറയുന്നത്? അത് പിന്നെ രേവതി ചേച്ചിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ? ഓ, അതുകൊണ്ട് എന്തു പറയാന്നാണോ? രേവതി ചേച്ചിയുടെ സ്ഥാനത്തെ ഞാനായിരുന്നെങ്കിൽ നിന്റെ അമ്മയുടെ വായുടെ സ്ഥാനത്ത് ഞാൻ സ്റ്റാപ്ലെയർ അടിച്ചേനെ. ഓ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വർഷ, ഒന്ന് നീ നിർത്തുന്നുണ്ടോ? നിർത്തി, ഞാൻ നിർത്തി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം അവിടെ ഇരിക്കുകയാണ് കേട്ടോ. വർഷ പറഞ്ഞു, കാര്യം അമ്മായിയമ്മയും മരുമോളൊക്കെ തന്നെയാണ്, സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. എന്നാലേ രേവതി ചേച്ചിയെ പറയുന്നത് പോലെ എന്നെ പറഞ്ഞാലേ സ്നേഹം ബഹുമാനവും ഒക്കെ വേസ്റ്റ് ബസ്ക്കറ്റിൽ ഇട്ടിട്ട് കണക്കിന് ഞാൻ കൊടുക്കും. എന്നോട് ഇങ്ങനെ വല്ലതും പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരു പ്രാവശ്യം പെരുമാറത്തുള്ളൂ. ഓ, നിന്നോടൊന്നും പറയത്തില്ല, നീ വലിയ വീട്ടിലെ പെണ്ണല്ലേ. എന്നെ പറയാതിരുന്ന അവർക്ക് നല്ലത്. പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് എനിക്ക് പറയാനായിട്ട് അറിയാം. ഇങ്ങോട്ട് വരട്ടെ പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആരാ വർഷ അങ്ങോട്ട് വിറയ്ക്കുകയാണ് കേട്ടോ. ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹിമേനെയാണ്. അപ്പൊ വർഷയുടെ അമ്മ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. അവിടെ നമ്മുടെ മധുസൂദനും ഉണ്ട് കേട്ടോ, അതായത് വർഷയുടെ അച്ഛനും ഉണ്ട്. അപ്പൊ വർഷയുടെ അച്ഛന് ഇറങ്ങി വന്നിട്ട്, എന്തു പറ്റി, എന്താ നീ വലിയ കാര്യങ്ങളാണെന്ന് തോന്നുന്നല്ലോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്, എന്താ മഹിമയെ പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മഹിമ പറയുകയാണ്, അത് പിന്നെ അന്താരാഷ്ട്രപരമായിട്ട് ഒരു കാര്യം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്ത് കാര്യം, എന്ത് കാര്യമാണ് നീ ചിന്തിക്കുന്നത്? അത് വേറൊന്നുമല്ല മധുവേട്ടാ, എനിക്ക് ഒരു 7 ലക്ഷം രൂപ വേണം. 7 ലക്ഷം രൂപയോ? എന്തിനാ നിനക്ക് ഇപ്പൊ 7 ലക്ഷം രൂപ? അത് 7 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മകൾ ഇവിടെ വരണമെങ്കിൽ, നമ്മുടെ മരുമകൻ ഇവിടെ വരണമെങ്കിൽ ഒരു 7 ലക്ഷം രൂപ വേണം. അതുകൊണ്ട് എനിക്ക് ഒരു 7 ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ. ഓ, പിന്നെ 7 ലക്ഷം രൂപ കൊടുത്ത് നീ എന്താ മരുമകനെയും മകളെയും കൂടെ തട്ടിക്കൊണ്ട് വരാൻ പോവാണോ? വല്ല കൊട്ടേഷൻ കൊടുക്കാനാണോ? അതൊന്നും അല്ല മധുവേട്ടാ. മധുവേട്ടാ, ഇപ്പം ചന്ദ്രോദയത്ത് വലിയ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കയറി നമ്മളൊരു ചെറിയൊരു ബോംബിടുന്നു, അപ്പം അതങ്ങ് പൊട്ടിത്തെറിക്കും. എന്താ മഹിമേ നീ പറയുന്നത്? സത്യം പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് പിന്നെ ചെറിയ ബോംബെന്ന് ഞാൻ ഉദ്ദേശിച്ചതേ വേറൊന്നുമല്ല. അതെ, ഇപ്പം അവിടെ ഒരു റൂമിൻ്റെ വിഷയമാണ് നടക്കുന്നത്. ഇപ്പം
അവിടെ ശ്രീകാന്തിനും സുധിക്ക് റൂമുണ്ട്. പക്ഷെ സച്ചിക്ക് റൂമില്ല. അവിടെ രവീന്ദ്രൻ റൂം കെട്ടാൻ പോവുക. ടെറസിന്റെ മുകളിൽ ഒരു റൂമും ഒരു ബാത്റൂമും എക്സ്ട്രാ പിടിക്കാൻ പോവാ. എങ്ങനെയാണെന്നറിയാമോ? പ്രമാണം പണയം വെച്ച്. പക്ഷേ ചന്ദ്രമതി സമ്മതിക്കുന്നില്ല. രേവതിയോടും സച്ചിയോടും പ്രത്യേകിച്ച് ഒരു ദേഷ്യം ചന്ദ്രമതിക്ക് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വീട് പണയം വെച്ച് അവർക്ക് റൂം കെട്ടരുതെന്നാണ് ചന്ദ്രമതി പറയുന്നത്. ആകെ മൊത്തം സീൻ കോൺട്ര ആയിരിക്കുകയാണ്. ഇവിടെ കയറി നമ്മൾ കളിക്കുകയാണെങ്കിൽ മധുവേട്ട, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകും. നമ്മുടെ മകള് നമ്മുടെ വീട്ടിൽ വന്നിരിക്കും. മാത്രമല്ല, ആ രവീന്ദ്രനോട് നമുക്ക് പകയല്ലേ, അടങ്ങാത്തീരാത്ത പക. അതുകൊണ്ട് തന്നെ നമുക്കിത് കിട്ടിയൊരു അവസരം തന്നെയാണ്. ഈ പിടിവള്ളിയിൽ നമ്മൾ പിടിച്ചു കയറി കഴിഞ്ഞാൽ രവീന്ദ്രൻ്റെ മക്കളും തമ്മി തല്ലുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. എന്താ മഹിമേ നീ പറയുന്നത്? എനിക്ക് കാര്യമായിട്ട് ഒന്നും മനസ്സിലായില്ല. അത് പിന്നെ ഈ സമയത്ത് നമ്മളൊരു 7 ലക്ഷം രൂപ അവർക്ക് ദാനമായിട്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നു. പിന്നെ 7 ലക്ഷം രൂപ ദാനമായിട്ട് അവന് കൊടുക്കാനോ? എൻ്റെ പട്ടി കൊടുക്കും. എൻ്റെ പൊന്നു മധുവേട്ടം ദാനമായിട്ട് കൊടുക്കണ്ട. ഒരിക്കലും രവീന്ദ്രനും സച്ചിയും ആ പൈസ മേടിക്കുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും ആ പൈസ മേടിക്കത്തില്ല. ആ പൈസ നമ്മളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വെച്ച് തരും. പക്ഷെ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആ പൈസ കൊടുക്കുമ്പം സച്ചി വലിയ വിഷയം ഉണ്ടാക്കും. അവിടെ ചന്ദ്ര വലിയ വിഷയം ഉണ്ടാക്കും. ചന്ദ്ര പറയും മഹിമ തന്ന പൈസ മേടിക്കാൻ തലയ്ക്ക് കുറച്ച് അത്യാർത്ഥി ഉള്ളതല്ലേ. പിന്നെ സുധി അങ്ങനെ തന്നെയാ. തള്ളേനെ പോലെ തന്നെയാ മോനും. ആ മരുമകളും അതെ. പിന്നെ വർഷ പറയും എൻ്റെ അമ്മ തന്ന പൈസ എന്തുകൊണ്ട് മേടിച്ചുകൂടാ? അതെന്താ, എൻ്റെ അമ്മ ഈ കുടുംബത്തിലെ ആരുമല്ലേ. നമ്മൾ ആ ഒരു രീതിയിൽ സംസാരിക്കും. നമ്മൾ വേറെ ഒന്നും പറയാൻ പോകുന്നില്ല. നമ്മൾക്ക് ഒരു സഹതാപം തോന്നി നമ്മൾ പൈസ കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വഴക്കുണ്ടാക്കാനാണെന്ന് നമ്മൾ അറിയിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അവിടെ വലിയ പ്രശ്നമാകും. സച്ചി ഇടപെടും. സച്ചി കയറി ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷയ്ക്ക് അവിടെ ദേഷ്യം വരും. വർഷ പിന്നെ എന്ത് ചെയ്യും? അത് വലിയ പ്രശ്നമാക്കും. പിന്നെ നമ്മുടെ മോള് നമ്മുടെ വീട്ടിൽ വരും, മരുമകനെയും കൂട്ടിക്കൊണ്ട്. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കൂലോ. അവിടുത്തെ എസ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ നോക്കാൻ ഒരാളും ആകും. അതുകൊണ്ട് മധുവേട്ട, ഒരു 7 ലക്ഷം രൂപയുടെ ചെക്ക് എനിക്ക് തന്നെ പറ്റൂ. നീ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമുള്ള കാര്യം തന്നെയാണ്. ആ രവീന്ദ്രനെ എനിക്കൊരു പാഠം പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ പിന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിക്കും. നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. ഏതായാലും 7 ലക്ഷം രൂപ അത് നിനക്ക് തന്നാ പോരെ? അത് ഞാൻ തരാം. ഏതായാലും ഇതും കൂടെ കേട്ടപ്പോൾ മഹിമയ്ക്കങ്ങ് ഭയങ്കര സന്തോഷമാവും. 7 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ചെന്ന് കൊടുത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കാമല്ലോ, വലിയ ബോംബിടാമല്ലോ. എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മുടെ മഹിമ അങ്ങോട്ടേക്ക് പോകുന്നതേ. അങ്ങനെ നമ്മുടെ മഹിമ അവിടെ ചെല്ലുന്ന സീനാട്ടോ പിന്നെ കാണിക്കുന്നത്. ഒരു ചെക്കും കൈ പിടിച്ചിട്ടാണ് ചെല്ലുന്നത്. മഹിമ ചെല്ലുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാണ്. ചന്ദ്രമതി കയറി വന്നിരിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രന് വരുന്നുണ്ട്. അപ്പം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തിയെ മധുസൂദനൻ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ മധുസൂദനൻ ഏട്ടൻ വരാത്തത് വേറൊന്നുമല്ല, കുറച്ച് തിരക്കാന്നൊക്കെ പറയാണ്. ഏതായാലും ഞാൻ വന്ന കാര്യം അങ്ങ് പറഞ്ഞേക്കാം, മുഖവര കൂടാതെ പറഞ്ഞേക്കാം. ഇതൊരു 7 ലക്ഷം രൂപയുണ്ട്. 7 ലക്ഷം രൂപയുടെ ചെക്കാണ്. വർഷയുടെ അച്ഛൻ തന്നു വിട്ടതാ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്രമതി വർഷയുടെ അച്ഛൻ 7 ലക്ഷം തന്നു വിട്ടെന്നോ? അപ്പൊ ശ്രീകാന്തും വർഷയും അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മഹിമ പറഞ്ഞു നമ്മളൊരു കുടുംബമല്ലേ, കുടുംബത്തിലെ ഒരാൾ തരുന്നതായിട്ട് കരുതിയാ മതി. ഇത് മേടിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ചാടി മേടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ചന്ദ്രനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര മേടിക്കുന്നുമില്ല കേട്ടോ. ഈ 7 ലക്ഷം രൂപ എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ റൂം പണിയാൻ വേണ്ടി തന്നെയാണ് ഈ 7 ലക്ഷം രൂപ നമ്മുടെ മഹിമ കൊടുക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു വലിയ മനസ്സാട്ടോ മഹിമേ നിന്റേത്. അപ്പോഴത്തേക്കും നമ്മുടെ സുധിയും ശ്രുതിയും കൂടെ അവിടെ വന്നു കേട്ടോ. അപ്പോഴത്തേക്കും സുധി പറഞ്ഞു ഇനിയിപ്പം മാസാമാസം നമ്മൾ പൈസ കൊടുക്കേണ്ടതില്ലെന്നാ തോന്നുന്നത്, ഒന്നും മിണ്ടാതിരിക്കുക, എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം സുധി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ വർഷ പറഞ്ഞു അയ്യോ അമ്മേ, ഞാൻ പറഞ്ഞില്ലല്ലോ മുറുകെ കെട്ടാൻ കാശ് വേണമെന്ന്, എന്തിനാ അമ്മ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞിട്ട് വേണം ഞാൻ എല്ലാം അറിയാനായിട്ട് എന്ന് നമ്മുടെ മഹിമ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്നിട്ട് ആഹാ ഇതാരാ VIP ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, എന്തിന്റെ ബില്ലാ ഈ കൊണ്ടുവന്നിരിക്കുന്നത്? എന്തോ ബില്ലാണെന്ന് തോന്നുന്നല്ലോ, എന്തെങ്കിലും കാര്യമായിട്ട് മേടിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു അത് പിന്നെ അത് ബില്ലല്ലടാ, 7 ലക്ഷത്തിന്റെ ചെക്കാ, ചെക്ക്. 7 ലക്ഷത്തിന്റെ ചെക്കോ? അപ്പൊ ചന്ദ്ര പറഞ്ഞു ഇവിടെ ഒരു മുറി കൂട്ടിയെടുക്കാൻ തീരുമാനിച്ചില്ലേ, അതിനുവേണ്ടി നിന്റെ അച്ഛൻ കടം മേടിക്കാൻ വേണ്ടി നടക്കണ്ടെന്നേ, 7 ലക്ഷം രൂപ തന്ന് മഹിമ സഹായിക്കാന്ന് പറഞ്ഞു. അത് വലിയ തെറ്റാണോ? പിന്നെ ഇവിടെ മുറി കിട്ടുന്നതിന് ഇവരെന്തിനാ ക്യാഷ് തരുന്നത്? ഇവിടെ മുറി കിട്ടുന്നതിന് ഇവര് ക്യാഷ് തരേണ്ട കാര്യമൊന്നുമില്ല. എന്താ ഇവിടെ റൂം കെട്ടിയിട്ട് ഇവരുടെ ഭർത്താവും കൂടി ഇവിടെ താമസിക്കാൻ പോകുന്നുണ്ടോ? അറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കുക ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു എടാ
മിണ്ടാതിരിക്കുന്നുണ്ടോ? അവരുടെ വലിയ മനസ്സുകൊണ്ട് സഹായിക്കാന്ന് പറഞ്ഞപ്പം നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത് കുറെ തവണയായി ഇങ്ങനെ. ദേ, എന്തിനാ ഞങ്ങളോട് മാത്രം വലിയ മനസ്സ് കാണിക്കുന്നത്? പുറത്താരോടേലും വലിയ മനസ്സ് കാണിക്കത്തില്ലേ? ഒത്തിരി ചാരിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, ഒത്തിരി അനാഥാലയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എത്രയോ പേര് വീടില്ലാതെ തെരുവിൽ കിടക്കുന്നു. അവരോടൊക്കെ അവർക്കൊക്കെ ചെന്നിട്ടേ പോയി വീട് വെച്ച് കൊടുക്കട്ടെ. ഞങ്ങൾ ഇവിടെ കൈയും കാലും ഇല്ലാതെ ഒന്നും അല്ല കിടക്കുന്നത്. ഇവിടെ 3 ആൺമക്കളുണ്ട്, എല്ലാവരും ജോലി എടുത്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ആരുടെയും പൈസയുടെ ആവശ്യമില്ല. അപ്പൊ സുധി പറഞ്ഞു, ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോ ഇങ്ങനെയൊക്കെയാണോടാ പറയുന്നത്? നമ്മൾ ചോദിച്ചിട്ട് തരുന്നത് ഹെൽപ്പ്, ഇതിപ്പം പിച്ച തരുന്നത്. എന്തുവാടാ നീ ഒരുമാതിരി പിച്ചക്കാരെ പോലെ സംസാരിക്കുന്നത് എന്ന് സുധി. അപ്പൊ നമ്മുടെ മഹിമ പറഞ്ഞു, അതേ സ്വന്തം കുടുംബമായിട്ട് കണ്ടിട്ടാ ഞാൻ ക്യാഷ് തരുന്നത്. ഓ, കുടുംബമൊക്കെ തന്നെ, പക്ഷെ ഇവിടെ മുറി കെട്ടാൻ നിങ്ങൾ തന്ന് സഹായിക്കണ്ട, നിങ്ങൾ ക്യാഷ് തരണ്ട. ശ്രീകാന്തെ, ക്യാഷ് വേണമെന്ന് നീ ഇവരോട് പറഞ്ഞായിരുന്നോ? അതോ ഇനി നിന്റെ ഭാര്യ പറഞ്ഞായിരുന്നോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഇല്ല ഇല്ല ഏട്ടാ, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ആരും പറഞ്ഞിട്ടില്ല. അപ്പം എന്താ ഇപ്പം ഇതെങ്ങനെയാ അറിഞ്ഞത്? അത് പിന്നെ ഞാൻ ഇവിടെ മുറിയെടുക്കാൻ പ്ലാനുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി. അതിനിപ്പോ എന്താ സച്ചേട്ടാ കുഴപ്പമെന്ന് വർഷ ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, ഇവിടെ ആരും നിങ്ങളോട് സഹായം ചോദിച്ചിട്ടില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല. നീ ആരാടാ ഇതൊക്കെ പറയാനായിട്ട് എന്ന് ചന്ദ്ര. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, മഹിമയോട് ഞാനിത് പറയാനിരിക്കുമായിരുന്നു. അപ്പോഴാ സച്ചി ഇതൊക്കെ പറഞ്ഞത്. ചന്ദ്രേ, നീ മിണ്ടാതിരിക്കുക. അയ്യോ രവിയേട്ടൻ എന്താ ഈ പറയുന്നത്? ചന്ദ്രേ, നീ മിണ്ടാതിരിക്കാന്. നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ സഹായിക്കാൻ നോക്കുന്നത് തെറ്റാണോ രവിയേട്ട എന്നിങ്ങനെ നമ്മുടെ മഹിമ ചോദിച്ചപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ സഹായിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ, സന്തോഷം. പക്ഷെ ഞങ്ങൾക്ക് ഈ ക്യാഷ് വേണ്ട. നിങ്ങളുടെ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങളുടെ നല്ല മനസ്സൊക്കെ തന്നെയാണ്. സച്ചി പറയുന്ന പോലെ പുറത്ത് ആർക്കെങ്കിലും ഒക്കെ വെച്ച് കൊടുക്കുക, വീടില്ലാത്തവർക്കൊക്കെ വെച്ച് കൊടുക്കുക, അതല്ലേ നല്ലത്. അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു, അല്ലെങ്കിൽ മുറി എടുക്കണമെങ്കിൽ പുറത്തുനിന്ന് കടം മേടിക്കണ്ടേ? അതിനേക്കാളും ബെറ്റർ ഇതല്ലേ. അമ്മ ഒരു തേർഡ് പേഴ്സൺ ഒന്നും അല്ലല്ലോ, ഈ ഫാമിലി മെമ്പർ തന്നെയല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അതേ മോളെ, അത് തന്നെയാ പ്രശ്നം. ഈ കുടുംബക്കാർ തമ്മിൽ പണം മേടിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അത് അത്രയ്ക്ക് നല്ലതല്ല. അതൊക്കെ പിന്നീട് വലിയ വിഷയമാവും. മോൾക്ക് അത് അറിയാൻ മേലാഞ്ഞിട്ടാ. അതൊന്നും ശരിയാവില്ല മോളെ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, കുടുംബക്കാർ തമ്മിൽ വാങ്ങാനും കൊടുക്കാനും പറ്റില്ല അത്രേ. ആര് പറഞ്ഞു? എൻ്റെ അച്ഛൻ ഈ വീട് രവിയേട്ടന്റെ പേരിൽ എഴുതി തരാന്ന് പറഞ്ഞപ്പം അന്ന് രവിയേട്ടൻ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. ദേ ചന്ദ്രേ, എനിക്ക് മാത്രമായിട്ടല്ലോ എഴുതി തന്നത്, ഇത് നമുക്ക് 2 പേർക്കും കൂടെ അല്ലേ എഴുതി തന്നത്. രവിയേട്ടാ, മതി നിർത്ത്. നീ ഇനി കൂടുതൽ സംസാരിച്ച് കുളവാക്കാൻ നിൽക്കണ്ട. പുതിയ നാട്ടു നടപ്പൊന്നും ഇവിടെ ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ 7 ലക്ഷം രൂപ ഇവിടെ വേണ്ട, അത്ര തന്നെ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തും വർഷയും അവിടെ നിന്നങ്ങ് വേർക്കാണ് കേട്ടോ. എന്നിട്ട് രവീന്ദ്രൻ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അമ്മയ്ക്കും അച്ഛനും കൂടെ അല്ലേ ഈ വീട് തന്നത്. വർഷയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വർഷയ്ക്ക് കൊടുക്കട്ടെ. രേവതി പറഞ്ഞത് ശരിയാണ്. അവര് എവിടെയെങ്കിലും വീടോ ഷോപ്പോ എന്തെങ്കിലും കെട്ടിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു, സച്ചേട്ട എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ സഹായിക്കാൻ നോക്കിയത് അത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വർഷ, അത് തെറ്റൊന്നുമല്ല. എന്നാലേ ആ സഹായം വേണ്ടെന്ന് വെക്കാനുള്ള അവകാശം അച്ഛനുണ്ടല്ലോ. അതാണ് സച്ചേട്ടൻ പറഞ്ഞത്. എടി, നീ മിണ്ടാതിരിക്കടി. ദേ, നിങ്ങൾ 2 പേരുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശ്രീകാന്തും വർഷയും പുറത്തെവിടെയും വീട് വെച്ച് താമസിക്കട്ടെ എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവരിവിടുന്ന് പോണം, അതല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് എന്തോ പോലെ ആയിപ്പോട്ടെ. രേവതി പറഞ്ഞു, ദേ അമ്മേ, ഞാൻ മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങളൊന്നും പറയില്ലെന്ന്. അപ്പൊ സച്ചി പറഞ്ഞു, ദേ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത കാര്യം പറയരുത് കേട്ടോ. നിങ്ങക്ക് വർഷയും ശ്രീകാന്തും മാത്രമല്ല, ശ്രുതിയും കൂടി ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നിട്ട് ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കണം, സുഖമായിട്ട് സുഖസുന്ദരമായിട്ട് കഴിയണം. അതല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? അത് തന്നെയാ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. അത് നടക്കാൻ പോകുന്നില്ല സച്ചി, നടക്കാൻ പോകുന്നില്ല. ദേ അമ്മേ, ഞാൻ വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞോണ്ടല്ലോ, പിന്നെ ഇവിടെ നിന്ന് വേർക്കുന്നത് അമ്മയായിരിക്കും. എന്ത് വേർക്കാനാ? ഉള്ളത് പറയുമ്പോ കള്ളരുതുള്ളല്. ഞാൻ പറഞ്ഞത് ശരിയാ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധിയും പറഞ്ഞു, അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാനും ശ്രീകാന്തും ഞങ്ങളുടെ ഭാര്യമാരെയും കൂട്ടി ഞങ്ങൾ ഇവിടെ നിന്ന് പോണം. എന്നിട്ട് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണം. അത് തന്നെയാ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ്, അത് തന്നെയാ. ഇത് കേട്ടത് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട്, എടാ ദേ, വേണ്ടാത്തത് പറയരുത്, മിണ്ടിപ്പോകരുത്, നീ മിണ്ടാതെ അവിടെ ഇരുന്നോ. ഞാൻ പറഞ്ഞതായി കുറ്റം. അമ്മ പറഞ്ഞത് ശരി തന്നെയാ, ഞാനത് സമ്മതിച്ചു തരിക. അമ്മ പറയുന്നത് ശരി തന്നെയാ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, എനിക്ക് അന്നേ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. സച്ചി ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടാ സംസാരിച്ചിരുന്നത്. എന്ത് മനസ്സിൽ കണ്ടു? വർഷയുടെ അമ്മയോട് കാശ് വേണ്ടെന്നല്ലേ സച്ചേട്ടൻ പറഞ്ഞത്? നിങ്ങൾ എന്താ അതൊക്കെ വേറെ അർത്ഥത്തിൽ കാണുന്നത്? സച്ചേട്ടൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണല്ലോ നിങ്ങൾ പറയുന്നത്. എന്താ ശ്രുതി ഇത് എന്ന് രേവതി. അപ്പൊ ശ്രുതി പറഞ്ഞു, അത് പറയാനും ഇത് തീരുമാനിക്കാനും ഒക്കെ വേറെ ആളുണ്ട്. അതിനു മുമ്പ് ഇവനൊരു തീരുമാനം എടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എന്തിനാണെന്ന് ഊഹിച്ച് പറഞ്ഞത്. ഞാൻ മാത്രമല്ല, ആന്റിയും അങ്ങനെയാണല്ലോ പറഞ്ഞത്. എന്താ ഈ വീട്ടിൽ വേറെ ആർക്കും വോയിസ് ഇല്ലേ? ഇവൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം, അതാണോ
ഇവിടെ വേണ്ടത്? റൂമിന്റെ കാര്യം പറഞ്ഞു കുറെ നാള് പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി തന്നെയാ, അതെനിക്ക് ഉറപ്പായ കാര്യമാണ്. എന്നാലും ഇത് കേട്ടപ്പോ നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. സച്ചിക്ക് സത്യം പറഞ്ഞ ദേഷ്യം സഹിക്കാൻ പറ്റില്ല. മഹിമ ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. കാരണം അവിടെ വലിയൊരു പ്രശ്നമാവുകയാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ദേ ശ്രുതി, എന്റെ സച്ചേട്ടനെ മനസ്സിലൊന്നും വെച്ച് വേറൊന്നും പറയാനൊന്നും അറിയത്തില്ല. ഇദ്ദേഹം ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത്. കുരുട്ടുബുദ്ധിയൊന്നും എന്റെ കെട്ടിയോനില്ല. എന്ത് ചിന്തിക്കാത്ത കാര്യം? ഇവന്റെ മനസ്സിലുള്ളത് വെളിയിൽ വന്നില്ലേ? ശ്രീകാന്തിനോടും വർഷയോടും പുറത്ത് എവിടെയെങ്കിലും പോയി വീട് കെട്ടാൻ പറഞ്ഞില്ലേ? അത് ചിന്തിക്കാത്ത കാര്യമാ. അതെ, അവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടെന്നുള്ള അർത്ഥത്തിൽ അമ്മ സച്ചേട്ടൻ പറഞ്ഞത്. അമ്മ എന്തിനാ ഓരോന്ന് പറഞ്ഞ് സച്ചേട്ടന്റെ മനസ്സിൽ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഇത് ശരിയല്ല കേട്ടോ. ദേ, ഇവനല്ലേ എല്ലാവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത്, ഞാനാണോ? ഈ വീടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കിയാലും സത്യത്തിന് സമ്മതിക്കില്ലല്ലോ. ഞാനിപ്പോ 7 ലക്ഷം രൂപയായിട്ട് വന്നത് അതിപ്പോ നാണക്കേടായി പോയോ? എന്താ സച്ചി ഇങ്ങനെ? അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, മഹിമാൻറ്റി പറഞ്ഞത് ശരിയാ, ഇവനൊന്നും ചെയ്യത്തുമില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാനും സമ്മതിക്കത്തില്ല. എല്ലാ തീരുമാനവും നീ തന്നെ എടുക്കാന് നീ എന്താ ഇവിടുത്തെ ഭരണാധികാരിയോ? ഞങ്ങളെയൊക്കെ സൈഡാക്കി നീ അങ്ങനെ ഞങ്ങളെ പുറത്താക്കാനാണെങ്കിൽ അത് നടക്കില്ലേ? എന്നെ ശ്രീകാന്തിനെ പുറത്താക്കി ഈ വീട്ടിൽ വാഴാൻ നീ നോക്കണ്ട. ദേ സുധി, വേണ്ട, നിന്റെ വായടയ്ക്കാൻ ഞാൻ പറഞ്ഞു. ഞാൻ ചിന്തിക്കാത്ത കാര്യമോ നീ പറയുന്നത്? കുറെ കാലമായിട്ട് ക്ഷമിക്കുക. എടാ സച്ചി, നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ നടന്നാൽ മതിയോ? ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കണ്ടേ? ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ആർക്കും ഒന്നും ചെയ്യണ്ടേ? കുറെ കാലമായിട്ട് ഞാൻ ഇതൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുക എന്നിങ്ങനെ പറയുമ്പോൾ രവീന്ദ്രൻ പെട്ടെന്ന് ഓടി വന്നു. രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കടിക്കുന്നത്? അത് പിന്നെ അച്ഛൻ, ഞാനല്ലേ ഈ വീട്ടിലെ മൂത്ത മകന്. ഈ സച്ചി എന്തിനാ എല്ലാത്തിനും തീരുമാനം എടുക്കുന്നത്? ഇവൻ പറയുന്നതെല്ലാം അനുസരിക്കണം എന്ന് വെച്ചാലേ അത് നടക്കുന്ന കാര്യമല്ല. എടാ, നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നീ ഇടപെടാതെ മാറി നിൽക്കണം. അല്ലെങ്കിൽ നീ നിന്റെ ഭാര്യയും കൂട്ടി എങ്ങോട്ടേലും ഇറങ്ങിപ്പോ. അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞയക്കാനല്ല നോക്കേണ്ടത്. ഏതായാലും പറഞ്ഞു നമ്മുടെ സുധി പറയുന്നത് സച്ചിയും രേവതിയും കൂടി ഇപ്പൊ ഇവരെ ഇറക്കി വിടാൻ നോക്കിയെന്ന് തന്നെയാണ്. വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് സുധി പറഞ്ഞുകൊണ്ടിരിക്കുക. സച്ചി കേട്ട് മടുത്തു. വലിയ പ്രശ്നമാവുകയാണ് കേട്ടോ. വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിടിയും വലിയൊക്കെ ആകുന്നു. മഹിമയ്ക്ക് ഇത് കണ്ടു ഭയങ്കര സന്തോഷം. രവീന്ദ്രനോ സങ്കടപ്പെടുകയാണ്. നിന്ന് മക്കള് തമ്മിൽ തല്ലുന്ന കാണുവാണല്ലോ, പിടിച്ചു മാറ്റാൻ ചെല്ലുന്നു. അങ്ങനെ വലിയ പ്രശ്നമാവുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ മഹിമ, ഏതായാലും ഞാൻ പോവുക, ഇനി ഞാനായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലെന്ന് പറഞ്ഞ് പതുക്കെ അവിടുന്ന് വലിയുന്നു. പുറത്തു പോയി ഇതെല്ലാം കണ്ടു നിന്ന് ചിരിക്കുന്നു. ഏതായാലും ഈ സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.